കോഴിക്കോട് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. മഴയിൽ SM സ്ട്രീറ്റിൽ കടകളുടെ മേൽക്കൂര പറന്നു. കോഴിക്കോട് ജില്ലയിലും കാലവർഷം കനത്തിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. മലയോര മേഖലകളിൽ പട്ടണ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന രീതിയിലേക്കും മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ കനത്ത കാറ്റാണ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ അടിച്ചത്. നമ്മളിപ്പോൾ മിഠായി തെരുവ് ഭാഗത്താണ് നിൽക്കുന്നത്. മിഠായി തെരുവിന്റെ തുടക്ക ഭാഗത്ത് തന്നെ കനത്ത കാറ്റിൽ മേൽക്കൂരകൾ, ചില കടകളുടെ മേൽക്കൂരകൾ പറന്ന് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിൽ നിന്നുള്ള മേൽക്കൂരയാണ് സമീപത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് വീണിരിക്കുന്നത്. അവിടെ ഒരു തൂണിൽ തട്ടിയാണ് ആ വലിയ ഷീറ്റ് പിടിച്ചു നിന്ന്. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിരുന്നു. ആ സമയത്ത് മിഠായി തെരുവിൽ ഒരുപാട് ആളുകൾ, സാധന സാമഗ്രികൾ മറ്റും വാങ്ങാനെത്തിയ ആളുകളും കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അത്തരത്തിലൊരു കച്ചവടക്കാരനിലേക്ക് അത്ഭുതകരമായി ഇപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന രക്ഷപ്പെട്ട ഒരു കച്ചവടക്കാരനിലേക്ക് തന്നെ പോകാം. ചേട്ടൻ എവിടെയായിരുന്നു ഈ സംഭവം നടന്നപ്പോൾ? ഞാൻ അതിന്റെ ചോട്ടിലായിരുന്നു സാർ. ആ ഓടിന്റെ കഷ്ടങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മേലോട്ട് നോക്കുമ്പോൾ ഒരു സാധുത ഭയങ്കര. അപ്പൊ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു. എന്റെ ബാഗൊക്കെ എടുത്താൽ ഞാൻ അവിടെ മാറ്റി വെച്ച് ഞാൻ ഓടി രക്ഷപ്പെട്ട. ഞാൻ മാത്രമല്ല, ഒരു വികലാംഗനായിരിക്കുന്ന ഒരു ലോട്ടറിക്കാരനുണ്ട് എന്റെ അടുത്ത് തന്നെ. അദ്ദേഹം അവിടെ ഉണ്ട്. ഇത്ര മാത്രം. ഭയങ്കര കാറ്റ്, പലതും വീണ് ആ വണ്ടി, ആ ലോഡുള്ള വണ്ടി താഴത്തേക്ക് ഉരുണ്ട് അവിടെ എത്തി. അതുകൂടാതെ ഇത് അവിടെയായിരുന്നു, അത് മറിഞ്ഞ് ഇവിടെ എത്തി. ഇതൊക്കെ വലിയ കാറ്റായിരുന്നല്ലേ? ഭയങ്കര കാറ്റായിരുന്നു. ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ പോകുന്നു. ആൾക്കാർ കുറെ ആളുകളുടെ കൊടകളും തുണികളൊക്കെ നനഞ്ഞ്, ഈ കട്ടോടക്കാരെല്ലാം നനഞ്ഞ് അവരിതൊക്കെ ഉണ്ട് ഇവിടെ ടൗണ് മുതൽ. കോഴിക്കോട് ഏറ്റവും നല്ല ഭാഗമാണിത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കറക്റ്റ് അവിടെ ഇടിച്ചു നിന്നു. ഇടിച്ചാ പോസ്റ്റിൽ നിന്നിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ അടിയിലാവും. ആ സംഭവമാണ് ഭയങ്കര. എന്തായാലും വളരെ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു. ഒപ്പം ഈ സമീപത്തിനുള്ള ഹാൻഡെക്സിന്റെ കെട്ടിടത്തിന്റെ മുകളിലെ ഷീറ്റുകളും മുഴുവൻ പോയിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. എന്തായാലും ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ആളുകൾക്ക് അപകടമുണ്ടാവുന്ന രീതിയിലല്ല ഇത് വീണത് എന്ന് തന്നെ ഏറ്റവും ഭാഗ്യമായി. നമ്മൾ നേരത്തെ കണ്ട കച്ചവടക്കാരനായ ആൾ തന്നെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വലിയ കാറ്റാണ് ഈ മേഖലകളിൽ ആ സമയത്ത് ആഞ്ഞു വീശിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.